മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഓർഗനൈസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എന്നാണ്. നമുക്കറിയാം സർവേ ഈ ഒരു ഭാഗം വളരെ സിമ്പിളാണ്. കാരണം സർവേ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പാലിക്കേണ്ടത്. നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ ചില അടുക്കും ചിട്ടകളും ഉണ്ട് അല്ലേ. അതിൻ്റെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് പൂർത്തിയാവുന്നത്, എസ്സേ പൂർത്തിയാവുന്നതും നമുക്കിത് മനസ്സിലാവുന്നതും. ഓക്കെ, അതായത് ഓർഗനൈസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നിങ്ങൾ കേട്ടിട്ടില്ലേ? സർവേ എന്ന് കേട്ടിട്ടില്ലേ? അതായത് പോപ്പുലേഷൻ സർവേ, ജനസംഖ്യാ സർവേ. നമുക്കറിയാം നമ്മുടെ വാർഡുകളിൽ, പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് തലത്തിലൊക്കെ സർവേ നടക്കലുണ്ട്. നമ്മൾ ഓരോ വീടുകളിൽ വന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യും നമുക്കറിയാം. പക്ഷെ നമ്മൾ ജസ്റ്റ് കാണുന്നത് എന്താണ്? ഇവർ സർവേക്ക് വരുന്നു, ജസ്റ്റ് നമ്മളോട് പേര് ചോദിക്കുന്നു, ഇൻകം ചോദിക്കുന്നു, പേര് ചോദിക്കുന്നു, ഇൻകം ചോദിക്കുന്നു, ആനുവൽ ഇൻകം ചിലപ്പോൾ ചോദിക്കും, എത്ര മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഹൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി എന്നാണ് ഫസ്റ്റ് ചോദിക്കുക. എത്ര ഫാമിലി ഉണ്ട്, ദെൻ കാർ ഉണ്ടോ, ബൈക്ക് ഉണ്ടോ, നിങ്ങളുടെ ഇൻകം എങ്ങനെയാണ്, അങ്ങനെ. അപ്പോൾ എന്തൊക്കെ വെട്ടിക്കുറയ്ക്കണമെങ്കിൽ വെട്ടിക്കുറയ്ക്കേണ്ടാന്ന്. നമ്മൾ പ്രവാസികളോ വലിയ കാറൊക്കെ ബംഗ്ലാവൊക്കെ ഉണ്ടെങ്കിൽ ദെൻ കാർഡ് APL ആണോ BPL ആണോ, അങ്ങനെ. സർവേ മീൻസ് സോ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് സർവേ. ഓക്കെ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള ഒരു അനലൈസേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സർവേ ചെയ്യുന്നത്. അതേപോലെ സർവേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താണ് സർവേ. അതേപോലെ തന്നെയുള്ള സർവേ ഓർഗനൈസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് സർവേ കൊണ്ടുവരുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നാണ് മിസ് പറഞ്ഞത്? ന്യൂമറിക്കൽ സയൻസ് ആണ്, ദ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആൻഡ് ന്യൂമറിക്കൽ സയൻസ് ആണ് നമ്മൾ ടൂൾസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റാസ് ആൻഡ് സയൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ന്യൂമറിക്കൽ എന്ന് പറയുന്നത് സംഖ്യാപരമായിട്ട്, ആ ലെവലിൽ സംഖ്യാപരമായി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റെപ്പുകൾ ഓരോന്നും മുന്നോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു? സർവേ പൂർത്തിയാക്കുന്നു. ഇൻക്ലൂഡഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ എന്താണ് സ്റ്റെപ്പ്. ഈ സർവേക്കുള്ള സ്റ്റെപ്പുകളാണ്. ഡിഫൈൻ ഉണ്ട്, ഡിറ്റർമൈനിങ് ഉണ്ട്, കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഡിഫൈൻ, ഡിറ്റർമിൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, എഡിറ്റിംഗ്, ക്ലാസിഫിക്കേഷൻ, അനലൈസിങ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ. അതേപോലെ ഡെഫിനീഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. അതിലൊക്കെ ഉള്ള കുറച്ച് പോയിന്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അനലൈസിങ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റൈറ്റിംഗ്സ് ദ റിപ്പോർട്ട്, ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നമ്മൾ മിസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ട് തന്നെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എക്സാമ്പിളായി എടുത്താൽ അവിടെ വരുന്നൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ന്യൂമറിക്കൽ സയൻസായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റെപ്പിലൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സർവേ മെത്തേഡ് അല്ലേ. സർവേ മെത്തേഡിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പുകൾ? ഓക്കെ, ഓർഗനൈസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. ഒബ്ജക്റ്റീവ്സ് എന്താ? ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ ആൻഡ് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ്പ്ലെയിൻ സ്റ്റാറ്റിക്കൽ റെഗുലാരിറ്റി ആൻഡ് ലോ ഓഫ് ഇന്ത്യൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് അപ്രീഷിയേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് statistical unit and the degree of accuracy. Then introduction, and the previous unit, your meaning and scope of statistics. We have also discussed the importance of limitations of statistics. In this you will study the various steps of organizing a statistics. അപ്പോൾ വേരിയസ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. എന്താണ് സ്റ്റെപ്പ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ? ദ ഫസ്റ്റ് ഈസ് ഡിഫൈനിങ് ദ പ്രോബ്ലം. ഓക്കെ, ഇവിടെ മിസ് ഡിഫൈൻ എന്നാണ് കൊടുത്തത്. ഡിഫൈനിങ് ദ പ്രോബ്ലം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നു. ദെൻ ഡിറ്റർമൈനിങ്, നമ്മൾ തീരുമാനിക്കുന്നു ഇതിലേക്ക് ഇറങ്ങണ്ടേ എന്താണെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. ദെൻ തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നു. ദെൻ നമ്മളത് എഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളത് ക്ലാസിഫൈ ആയി തരംതിരിക്കുന്നു. ഓരോന്ന് ഈ ഒരു ഭാഗത്ത് എന്ത് പ്രശ്നം, ഫുഡിൻ്റെ ഇതിനും നമ്മൾ ഫാക്ടറി അല്ലെങ്കിൽ കമ്പനി എക്സാമ്പിളായി എടുത്താൽ അവിടെ എന്തുവാ ഫുഡിൻ്റെ പാർട്ട് ഉണ്ടാവും. നെക്സ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നുണ്ടാവും, പ്രൊഡക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, കുറേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു ആൻഡ് എഡിറ്റ് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ ആക്കി തരംതിരിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നെല്ലാം അനലൈസ് ഡാറ്റ നമ്മളിത് എന്താണ് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആശയവിശകലനം ചെയ്തതിന് ശേഷം നമ്മളത് വ്യാഖ്യാനത്തിലേക്ക് എടുക്കുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു?
അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റിംഗ് ദ റിപ്പോർട്ട്. ഇതന്നെ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിഫൈനിങ് ദ പ്രോബ്ലം കേട്ടോ, പ്രോബ്ലം നമ്മൾ കണ്ടെത്തുന്നു അല്ലെ അറിയുന്നു, തീരുമാനമെടുക്കുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതായത് വിശകലനം ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു, അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, റൈറ്റിംഗ് ദ റിപ്പോർട്ട്, കറക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. കാരണം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്, പ്രോബ്ലം സോൾവിങ് ആയിട്ട് എന്താ വേണ്ടതെന്ന് മനസ്സിലായി. ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ അതിനെന്ത് ചെയ്യുന്നു, അവരൊരു റിസൾട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഓർഗനൈസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, discuss the brief about these steps of defining the problem, defining the objectives, ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കളക്ഷൻ ദ ഡാറ്റ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സോഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സോഴ്സസ് എന്തൊക്കെയാണ് സോഴ്സസ് നോക്കാം നമുക്ക്. സോഴ്സസ് ഓഫ് ഇത് എസ് എ ആണ്, ഇതും എസ് എ ആണ്. ശ്രദ്ധിക്കട്ടോ മക്കളെ, ഇതൊക്കെ എസ് എ ആണ്, അതായത് സ്റ്റെപ്പ്, സർവേ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സോഴ്സ് ആണ്. സോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഓക്കെ, സോഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇതിൽ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് പ്രൈമറി ഡാറ്റ, രണ്ടാമത്തത് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, പ്രൈമറി ഡാറ്റയിലും സെക്കൻഡറി ഡാറ്റയിലും എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. And the primary data, this data will be collected the first time in your house or primary data. The source happened to primary data collected the first time by your original data. On the other, അതായത് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് ഒഫീഷ്യലി നമ്മൾ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് തരം ഡാറ്റാസ് ഉണ്ട്, പ്രൈമറി ഡാറ്റാസും സെക്കൻഡറി. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഡാറ്റ അല്ലെ, ആദ്യത്തെ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. നെക്സ്റ്റ് കിട്ടുന്ന ഡാറ്റ സെക്കൻഡറി. ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക വീണ്ടും ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനർ ആൻഡ് ഷെഡ്യൂൾ. ഈ പ്രൈമറി ഡാറ്റ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രൈമറി ഡാറ്റ തരംതിരിക്കുന്നത്? ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ. ഓക്കെ, ഒബ്സർവേഷൻ ചെയ്യണം, നിരീക്ഷണം, പിന്നെ നിരീക്ഷണമുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ. ഇതൊക്കെ എന്താ പ്രൈമറിയിൽ വരുന്നതാട്ടോ. ഒബ്സർവേഷൻ, നെക്സ്റ്റ് ഇൻ്റർവ്യൂ. ഒബ്സർവേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്യനെയർ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ. questionnaire and schedule. Next പിന്നെ ഷെഡ്യൂൾ. ഓക്കെ, പ്രധാനമായി 4ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രൈമറി ഡാറ്റാസിനെ 4ആയി തരംതിരിച്ചിരിക്കുന്നു: ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനർ ആൻഡ് ഷെഡ്യൂൾ. സെക്കൻഡറി ഡാറ്റയെ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3ആയി ഒബ്ജക്റ്റീവ്സും കോണ്ടാക്ട്സും ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസും. ഓക്കെ, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ആൻഡ്
സോഴ്സ് ഓഫ് ഡാറ്റ, source of data, contacts of the survey, objectives, and contacts the survey. അപ്പോൾ ഇത്രയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും എസ്സേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സോഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഇതും എസ്സേ. അതും എസ്സേ വരും കേട്ടോ. ദ സോഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയിൽ ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനർ ആൻഡ് ഷെഡ്യൂൾ. സെക്കൻഡറി ഡാറ്റയിൽ ഒബ്ജക്റ്റീവ്സും ദെൻ സർവേ, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ ഒക്കെ അതിൽ ഉൾപ്പെടുന്നു. ഇതിൽ തന്നെ അറ്റ് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻക്വയറീസ്. അത് എന്തൊക്കെയാണ് ചോദ്യം? ഇൻ ഓർഡർ ടു ഒറിജിനൽ റെസ്പെക്റ്റീവ് എൻക്വയറി ആൻഡ് കോൺഫിഡൻഷ്യൽ എൻക്വയറി. രണ്ട് തരം എൻക്വയറീസ് ഉണ്ട്. ഇത് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എൻക്വയറി വെച്ചാൽ കോൺഫിഡൻഷ്യലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻക്വയറി ഉണ്ട്. കോൺഫിഡൻഷ്യലി എൻക്വയറി എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ ഓഫ് റിപ്പറ്റേറ്റീവ് അല്ലേ, റിപ്പറ്റേറ്റീവ് എൻക്വയറി ആൻഡ് സെൻസസ് ഓഫ് സാമ്പിൾ എൻക്വയറി. നമുക്കിത് മാറ്റാം. ഇനി എൻക്വയറി തന്നെ എൻക്വയറിനെ 4 തരം തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയായിട്ടാണ് എൻക്വയറിനെ തരം തിരിച്ചിരിക്കുന്നത്? കോൺഫിഡൻഷ്യൽ എൻക്വയറി, ഓപ്പൺ ആയിട്ട് സിമ്പിൾ എൻക്വയറി, അതായത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാം. ദ ഫസ്റ്റ് ഈസ് different type of enquiries. Different types of enquiry. എന്താണ്? സാമ്പിൾ എൻക്വയറി, സാമ്പിൾ എൻക്വയറി, ഒറിജിനൽ എൻക്വയറി, പിന്നെ വരുന്നതാണ് നമ്മുടെ കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എൻക്വയറി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എൻക്വയറി, ഓക്കെ. ഇത്രയാണ് എന്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻക്വയറീസ്. മറന്നു പോകേണ്ട സാമ്പിൾ എൻക്വയറി, ഒറിജിനൽ സാമ്പിൾ എൻക്വയറി ആൻഡ് ഒറിജിനൽ എൻക്വയറി, കോൺഫിഡൻഷ്യൽ എൻക്വയറി ആൻഡ് ഡയറക്റ്റ് എൻക്വയറി, ഇൻഡയറക്റ്റ് എൻക്വയറി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നതും രഹസ്യമായി ചോദ്യം ചോദിക്കുന്നതും ഒറിജിനൽ നേരെ പോയിട്ട് നേരെ ചോദ്യം ചോദിക്കുന്നതും സാമ്പിളായിട്ട് ചോദ്യം ചോദിക്കുന്നതും എല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻക്വയറീസിൽ ഉൾപ്പെടുന്നു. ദെൻ പ്രോബബിലിറ്റി ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും, ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇത്രയും സാമ്പിളിംഗ് ആണ്. ദർ ആർ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരും സാമ്പിളിംഗ് മെത്തേഡിൻ്റെ വേരിയസ് സെക്ഷൻ. ഓക്കെ, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് വരിക. ഇപ്പോൾ സാമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് ഏരിയ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആകെ എത്ര പോയിന്റ്? 6 പോയിന്റ് കറക്റ്റായിട്ട് താഴെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.